തഖ്വ എന്ന് പറഞ്ഞാൽ പല നിർവചനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഏറ്റവും അജ്മഅ നിർവചനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത്തിഖാദു വിഖായത്തിൻ മിൻ അദാബില്ലാഹ്, ഇത്തിഖാദു വിഖായത്തിൻ മിൻ അദാബില്ലാഹ് ബിംതിസാലി അവാമിരിഹി വജ്തിനാബി നവാഹി. ഇത്തിഖാദു വിഖായത്തിൻ മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ഒരു സംരക്ഷണത്തെ, വിഖായത്ത് വഖാ എന്നുള്ള വാക്കിൽ നിന്നാണ് തഖ്വ വന്നത് എന്നാണ് ഒരു അഭിപ്രായം. അപ്പോ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ഒരു വിഖായത്തിന്, ഒരു സംരക്ഷണത്തെ സ്വീകരിക്കലാണ്. എങ്ങനെ? ബിംതിസാലി അവാമിരിഹി, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, വജ്തിനാബി നവാഹി, അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട്. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് വശങ്ങളാണ്. ഒന്ന് അള്ളാഹ് റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, മറ്റൊന്ന് അള്ളാഹും റസൂലും വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക. ഇതാണ് ഏത് നിർവചനവും അതിന്റെ ആകത്തുക ഇതാണ്, ഇംതിസാലുൽ അവാമിർ വജ്തിനാബുൻ നവാഹി, വജ്തിനാബു അന്നവാഹി. അള്ളാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ, അത് നിർബന്ധമായ കർമ്മങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം, സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, ഹറാമായ കാര്യങ്ങൾ അത് ഒഴിവാക്കണം, അതുപോലെ തന്നെ കറാഹത്തായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വെടിയണം. ഇങ്ങനെ അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ വൻ പാപങ്ങൾ ഉണ്ടാകാം, ചെറുതുണ്ടാകാം, ഏതാണെങ്കിലും ചെറുതും വലുതുമായ തിന്മകളെ നീ വെടിയണം. അതാണ് തഖ്വ. നീ എങ്ങനെയാണ് ഒരു മുള്ളുള്ള പ്രദേശത്തുകൂടെ നടന്നു പോവുക, എത്ര സൂക്ഷിച്ചാണ് നടന്നു പോവുക, അതുപോലെ നീ ജീവിക്കുക. നീ തിന്മകൾ ഒന്നിനെയും നിസ്സാരമായി കാണാൻ പാടില്ല. കാരണം ചെറിയ ചെറിയ ചരൽ കല്ലുകൾ കൂടിയിട്ടാണ് വലിയ പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പം ചെറുതായ തിന്മകളാകട്ടെ വലിയ തിന്മകളാകട്ടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് തഖ്വ. അതാണ് തഖ്വ. ചെറിയ തിന്മകൾ നമ്മൾ നിസ്സാരമായി കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വമുഹഖറാത്തി ദുനൂബ്, നീ തിന്മകളിൽ നിന്ന് ആളുകൾ നിസ്സാരമായി കാണുന്ന തിന്മകളെ സൂക്ഷിക്കണം. ഫഇന്നഹുന്ന യജ്തമിഉന ഫിർറജുൽ ഹത്താ യുഹ്ലികനഹു, കാരണം അത് ഒരാളിൽ ഒരുമിച്ചുകൂടി അവനെ അത് നശിപ്പിച്ചു കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അത് തന്നെയാണ്. അള്ളാഹു നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നുണ്ടോ, അള്ളാഹു എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം തരുന്നത്. അള്ളാഹുവിനെ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ അതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്നതാരാണ്, അവനാണ്. അള്ളാഹുവിനെ എത്രത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് ആദരവ് ലഭിക്കുക. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അള്ളാഹുവിനെ യഥാവണ്ണം തഖ്വ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.